നീ എന്തിനാ ഇത്രയും വളച്ചത്? വളവല്ലേ, അത്രയും വളയ്ക്കണ്ടേ? അത് അത്രയും വളച്ചാലേ വണ്ടി പോകത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷം ഫിസിക്സിൽ പഠിച്ചതല്ലേ. ഓ, അതിനകത്തൊരു ഫിസിക്സ് ഉണ്ടല്ലേ? ഒരു കാര്യം ചെയ്യും, നമുക്ക് നമ്മുടെ ഫിസിക്സ് സാറിനോട് ചോദിക്കാം. എന്താ എല്ലാ കുട്ടിപ്പട്ടാണങ്ങളുണ്ടല്ലോ, എന്താ കാര്യം? സാർ, ഒരു ഡൗട്ട്. സാർ, ഈ വളവ് തിരിയുമ്പോ എന്തുകൊണ്ടാണ് 2 വീലേഴ്സ് ചരിയുന്നത്? അതല്ലേ മക്കളെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. സ്ട്രൈറ്റ് റോഡ്, കർവ്ഡ് ഫ്ലാറ്റ് റോഡ്, അതുപോലെ കർവ്ഡ് ബാങ്ക് റോഡ്. നമുക്ക് കാര്യം ചെയ്യാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത് പഠിച്ചാലോ? വരും നോക്കാം. ഗെറ്റ് റെഡി ടു ഡു ദാറ്റ്. യെസ് സർ. സ്ട്രൈറ്റ് റോഡിൽ ടയേഴ്സും റോഡും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ബോഡിയുടെ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നു. ഇവിടെ ന്യൂട്ടൺസ് തേർഡ് ലോ വർക്ക് ചെയ്യുന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കർവ്ഡ് ഫ്ലാറ്റ് റോഡിൽ ഇതേ ഫ്രിക്ഷണൽ ഫോഴ്സ് വെഹിക്കിൾസിന് ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നാൽ സ്പീഡ് കൂടുതലായി വന്നാൽ ഈ രണ്ട് ഫോഴ്സുകളും ബാലൻസ് ആകാതെ വരികയും വെഹിക്കിൾ സ്കിഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യുന്നു. കർവ്ഡ് ബാങ്ക് റോഡിൽ റോഡിന്റെ ഔട്ടർ എഡ്ജ് ഉയർത്തി കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇത് വെഹിക്കിൾസിന് ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് സ്കിഡിംഗ് മിനിമൈസ് ചെയ്യുന്നു. വെഹിക്കിൾസിന് സേഫായി സ്പീഡിൽ പോകുവാൻ സാധിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.